നമുക്കങ്ങനെ അഡ്വർടൈസ് ചെയ്യാൻ കാശില്ല, നമുക്കൊരു പ്രൊഡക്ഷൻ ചെയ്യാൻ തന്നെ അത്ര കാശില്ല. അപ്പോൾ ഒരു 3 lakhs അല്ലെങ്കിൽ 4 lakhs പ്ലേ ഒരു ന്യൂസ് പേപ്പറിൽ കാണിക്കാൻ അത് തന്നെ ഒരു 50,000 rupees ആവും. അതിൻ്റെ കാശ് നമ്മുടെ അടുത്തില്ല. വരുന്ന തിയേറ്ററിനെ പറ്റി വരുന്ന ചെറിയ ചെറിയ ആഡ്സും ബോംബെയിൽ നിന്ന് വരുന്ന ടീംസ്, ഡൽഹിയിൽ നിന്ന് വരുന്ന ടീംസ്, കാൽക്കട്ടയിൽ നിന്ന് വരുന്ന ടീംസ്, എന്തിനാ റോട്ടറി ക്ലബ്, മറ്റേ ഈ ക്ലബ്സിൻ്റെ അവർക്ക് വേണ്ടി ഫണ്ട് റേസറായിട്ട് ചെയ്യുന്നവർക്ക് അവരുടെ മറ്റേ ഡൊണേഷൻ കൊടുക്കുന്ന ഓൾ ദാറ്റ് ചാരിറ്റി എവറിത്തിങ് അത് കൊടുക്കുന്ന ഗുഡ് തിങ്സ് ആണ്. പക്ഷേ അവിടെ നിന്ന് വരെ ടീംസിന് മാത്രം ഈ അഡ്വർടൈസ്മെൻറ്റും റേഡിയോ ജിങ്കിളും ഇതൊക്കെ കൊടുക്കുന്നു. നമ്മുടെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് 20,000 rupees ഉള്ള കോസ്റ്റ് ഉള്ള ഒരു പ്ലേ നമ്മളെങ്ങനെ കാണിക്കും? സോ ഇറ്റ്സ് ജസ്റ്റ് ദ മീഡിയം. പക്ഷേ ഞാൻ തുടങ്ങിയ ദിവസത്തിൽ നിന്ന് ഇതുവരെ ഓഡിയൻസ് ഹാസ് ഗ്രോൺ. എനിക്ക് സങ്കടമില്ല, ഞാൻ സിനിമയിൽ വന്നിട്ട് മാത്രം ഞാനൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ് എന്ന് ആൾക്കാർ മനസ്സിലാവുന്നുണ്ട്. അതിനു വേണ്ടിയല്ല ഞാൻ തിയേറ്ററിൽ ഇറങ്ങിയത്. എനിക്ക് തിയേറ്റർ ഇഷ്ടമാണ്. തിയേറ്റർ മൂലം എനിക്ക് കുറേ കഥകൾ പറയാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ മീഡിയം നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. സിനിമയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, നമ്മൾ എന്തൊക്കെ മാജിക് ചെയ്യും, അത് റീച്ചാവുന്നത് ഇങ്ങനെ റീച്ചാവും. നമുക്ക് ഇപ്പോൾ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ട്, സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ സിനിമ അവിടെ ഓടില്ലെങ്കിലും ടി വിയിൽ കാണാൻ പറ്റും. അതിൻ്റെ ഒരു പ്രത്യേകം സിനിമേൻ്റെ ഒരു മാജിക്കാണ് അത്. ബട്ട് തിയേറ്റർ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ചെറിയ ഓഡിയൻസ് ആണ്. പക്ഷേ ആ മീഡിയം നമുക്ക് തൊടാൻ പറ്റില്ല. അതിൻ്റെ ഒരു എനർജി, അതിൻ്റെ ഒരു കമ്മിങ് ടുഗെദർ, ഒരു യൂണിറ്റി, ഒരു പ്രോസസ്സ്, ഒരു ഇംപ്രവൈസേഷൻ ഒരിക്കലും വേറെ എവിടെയും കിട്ടത്തില്ല. സോ തിയേറ്റർ ഇസ് തിയേറ്റർ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സിനിമ ആൻഡ് തിയേറ്റർ ഫോർ ആൻ ആക്ടർ, ഫോർ എ ഡയറക്ടർ, ഫോർ എ ടെക്നീഷ്യൻ ഇസ് വെരി ഡിഫറെൻറ്റ്. ഇപ്പോൾ തിയേറ്ററിൻ്റെ ലൈറ്റിങ്ങും സിനിമേൻ്റെ ലൈറ്റിങ്ങും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് എന്ത് ഡിഫറൻസ് ആണ്. നമുക്ക് ഡേ ലൈറ്റും നൈറ്റും പിന്നെ ട്വൈലൈറ്റും ഡോണും ഡസ്കും അതൊക്കെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ അത് ഒറ്റ നിമിഷത്തിൻ്റെ മാജിക് അല്ലേ. പക്ഷെ നമ്മൾ സിനിമയിൽ ചെയ്യുമ്പോൾ ഒരു ചെറിയ ലൈറ്റപ്പ്, ഒരു ചെറിയ സീൻ, ഇവിടുത്തെ നമ്മൾ ഈ ഷൂട്ടിന് വേണ്ടി ഒരു ലൈറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം 10 minutes അല്ലേ. അപ്പോൾ മീഡിയം തന്നെ കമ്പയർ ചെയ്യാൻ തെറ്റാണ്. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, സിനിമ ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണെന്ന്. ചോദ്യം തെറ്റാണ്. ഇത് തിയേറ്റർ ചെയ്ത ആൾക്കാരെന്ന് മനസ്സിലാവും, അത് ഉറപ്പായി. അതെങ്ങനെ നിങ്ങൾ ആലോചിക്കുക, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ബട്ട് ശരിക്കും ഡിഫറെൻ്റ് ആണ്. ഒരു ഡയറക്ടർ ഒരു പ്ലേ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ ലൈറ്റ്മാൻ്റെ അടുത്ത് നമുക്ക് ഇതാണ് വേണം, ഇത് വേണ്ട എന്ന് പറയുമ്പോഴും ഷോ അന്ന് ഡയറക്ടർ അവിടെ ഇരിക്കണം. ലൈറ്റ്മാൻ സപ്പോസ് എന്തെങ്കിലും തെറ്റായി പോയാൽ ഡയറക്ടർ എവിടെ ഇരുന്നാലും അവിടെ നിന്ന് വന്നിട്ട് ഇത് ശരിയല്ല, ഇത് നമുക്ക് മാറ്റി പിടിക്കണം, ഈ ലൈറ്റ് ചെയ്ത് ശരിയല്ല, നെക്സ്റ്റ് ഷോ നമുക്ക് കറക്റ്റ് ചെയ്യണം, സിനിമയിൽ നെക്സ്റ്റ് ഷോട്ടിൽ കറക്റ്റ് ചെയ്യണം. സോ അതിൻ്റെ ബാലൻസ് തന്നെ വേറെയാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബോഡി ഈസ് ദ ഇൻസ്ട്രുമെൻ്റ് അല്ലേ. നമ്മൾ അഭിനയിച്ചിട്ട് അകത്തേക്ക് അഭിനയിച്ച് നമ്മൾ പുറത്ത് കാണിക്കാതെ ഇരുന്നാൽ അത് പറ്റില്ല. പക്ഷെ അത് തിയേറ്ററിൽ സിനിമയിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇപ്പോൾ 1 to 10 ഒരു സ്കെയിലിൽ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ 1 to 5 മാത്രം നമ്മൾ ചെയ്യത്തുള്ളൂ. ബിക്കോസ് നമുക്ക് അതാണ് വേണ്ടത്. സ്റ്റേജിൽ പോകുമ്പോൾ നമുക്ക് 10 പോയി തൊടണം. അല്ലെങ്കിൽ ലാസ്റ്റ് ആൾക്കാർക്ക് ഒന്നും കാണത്തില്ല, കേൾക്കത്തില്ല, ഒന്നുമില്ല. അത് പുറത്ത് പോകുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പ്ലേ, ഒന്നും കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയാണ് ഇസ് എ മെഷീൻ ടു ബ്രിങ് ഔട്ട് ആൻ ഐഡിയ. അപ്പോൾ അത് ഡയറക്റ്റ്ലി ഡിഫറൻസ് അല്ലേ. നമ്മളൊരു സിനിമയിൽ ചെയ്യുമ്പോൾ ഒരു കഥാപാത്രത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. പക്ഷെ തിയേറ്ററിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണം. ബിക്കോസ് നമ്മൾ റിയലിസ്റ്റിക് പ്ലേസ് ഉണ്ട്, ക്ലൗൺ പ്ലേസ് ഉണ്ട്, നോർമൽ ഡ്രാമ ഒക്കെ ഉണ്ട്. അതിൻ്റെ ഗ്രഡേഷൻ ഓഫ് ഡ്രാമയൊക്കെ ഉണ്ട്. എല്ലാം പ്ലേയിൽ അങ്ങനെ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എന്നാലും ദ ലെവൽ ഓഫ് യുവർ ബോഡി is bigger in theatre and the level of your body is just like normal in cinema. And for a theatre person, ഞാൻ ഇത്രയും കൊല്ലം തിയേറ്ററിൽ ചെയ്തിട്ട് എനിക്ക് ഇന്നും ക്യാമറേൻ്റെ മുമ്പിൽ പേടിയാണ്. ബിക്കോസ് ഞാൻ ഓവറായി പോവോ എന്നൊരു ഭയങ്കര വല്ലാത്തൊരു പേടിയുണ്ട്. അപ്പോൾ എനിക്ക് തിരിച്ചു പോയി മോണിറ്റർ കാണുന്ന ഒരു ഹാബിറ്റ് ഇല്ല.
ബിക്കോസ് ഞാൻ എപ്പോഴും ഡയറക്ടറിൻ്റെ അടുത്ത് പറയും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ. ബിക്കോസ് ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ട്, കാണാതില്ല, പക്ഷെ കാണുമ്പോൾ എനിക്ക് ഓക്കെ ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ ഡയറക്ടർ പറയും ഇല്ല ഇത് ഓക്കെയാണ്, അല്ല എനിക്കിത് ഇച്ചിരി ഓവറല്ലേ, ഇല്ല ഓക്കെയാണ് എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ഈ മോണിറ്റർ കാണുന്ന ഹാബിറ്റ് വേണ്ട. ബിക്കോസ് നമ്മളും ഡയറക്ടർ എപ്പോഴും എനിക്ക് ഓക്കെ നിങ്ങൾക്ക് ഓക്കെ അല്ല, അവൾക്ക് ഓക്കെ എനിക്ക് നിങ്ങൾക്ക് ഓക്കെ അല്ല എന്ന ഒരു, സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഐ തിങ്ക് സ്റ്റേജിൽ നമുക്ക് മിസ്റ്റേക്ക് ആയിപ്പോയാൽ നമുക്ക് മാനേജ് ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് മാത്രമേ ഉള്ളൂ തവരെ എപ്പോഴും നമ്മൾ പൊളിക്കും എന്നൊരു കോൺഫിഡൻസ് ഇല്ല. എപ്പോഴും പഠിക്കുന്നുണ്ട്, എപ്പോഴും ലൈക്ക് ഒരു പ്ലേ ഉണ്ട് മൂൺഷൈൻ ആൻഡ് സ്കൈ ടോഫി എന്ന് പറഞ്ഞിട്ട്, അത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആകാശമിട്ടതിൻ്റെ ട്രാൻസ്ലേറ്റഡ് വേർഷനാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങളൊരു 100 ഷോസ് ചെയ്തിട്ടുണ്ട് ഇത് ഇന്ന് വരെ, ബിറ്റ്വീൻ 2004 ടു നൗ. ചെയ്തിട്ടും ഇന്നും ഫസ്റ്റ് സീനിൽ നിന്ന് സ്റ്റേജിൽ കയറുമ്പോൾ പടപടാന്നൊരു ഭയങ്കര ടെൻഷനാവും. ബിക്കോസ് ഒരു 100 ഷോസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 3 ഷോ ആയിരിക്കും. ഡയറക്ടർ നോക്കേ, പക്ഷേ നമുക്ക് നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഒരു 3 ഷോ ആയിരിക്കും. പിന്നെ ആ 3 ഷോസ് നമുക്ക് എങ്ങനെ തിരിച്ച് കൊണ്ടുവരണ്ടേ, ആ എനർജി എങ്ങനെ ചെയ്യണ്ടേ, എവിടെയാണ് നമ്മൾ പോസ് എടുത്തത് എന്നൊക്കെ അയ്യോ വല്ലാതൊരു ടെൻഷനാണ്. അപ്പോൾ തിയേറ്ററിലാണ് അങ്ങനെയാണെങ്കിൽ അപ്പോൾ സിനിമയിലെ ഒരിക്കലും ഒരു കംഫർട്ടില്ല. ക്യാമറ കണ്ടപ്പോൾ തന്നെ ആവണ ആളാ, കാണിക്കത്തില്ല, മസിൽ പിടിച്ചിരിക്കും.